ഹലോ മുത്തുമണികളെ, എന്തെല്ലാം വിശേഷം? അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ തന്നെ SSLC എക്സാം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെന്ന് പറയുന്നത്, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രഷർ ചെയ്യും. അയ്യോ, ഇതിൽ തോറ്റുപോയാൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, പിന്നെ നാണക്കേടാണ്, അയൽക്കാരെന്ത് പറയും, അവിടെ എന്ത് പറയും, ഇവരെന്ത് പറയും, മോളെ പഠിക്കണേ മോളെ പഠിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് അയൽക്കാരെന്ത് പറയും, അങ്ങനെ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, നമുക്ക് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം 8-9 മാസത്തെ കാര്യങ്ങൾ പഠിച്ച് സെറ്റാക്കി SSLC എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബെസ്റ്റ് വിഷസ് പറയുകയാണ്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ എല്ലാ ഗെയിമിലും നമ്മൾ ഫസ്റ്റ് തന്നെ ജയിക്കാറില്ല അല്ലേ. ചില സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഗെയിം തോറ്റു പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ കളിക്കും, എന്നിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. വീണ്ടും ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും കളിക്കും. ചിലപ്പോൾ തോക്കുന്ന അവിടം വെച്ച് വീണ്ടും കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ തോക്കും തോറും നമുക്ക് ഒരു ഗെയിം കളിക്കുമ്പോൾ നമുക്ക് എന്താണ് ഫീല്, നമ്മൾ എത്രത്തോളം തോക്കുന്നോ അത്രയും തന്നെ അത് ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഒരു ത്വര കൂടും. അപ്പം ഇതുപോലെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നതും. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അറ്റംപ്റ്റിലും നമ്മൾ ജയിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ എക്സാമുകളായാലും അവിടെയും ചിലപ്പോൾ നമ്മൾ തോറ്റു പോകാം, മനുഷ്യനല്ലേ. അപ്പോൾ തോറ്റു പോകാം. നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെങ്കിലും പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ തോറ്റു പോകും. അപ്പോൾ എന്ത് ചെയ്യും, അവിടം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഒരു തോൽവി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജീവിതത്തിൻ്റെ എൻഡല്ല. തോൽവി എന്ന് പറയുന്നത് നമുക്ക് ചവിട്ടി കയറാനുള്ള പടികൾ മാത്രമാണ്. അതായത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക്, ഇപ്പോൾ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് ഈ ലോകം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിയുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. ഇദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ സാറ് ഒരു ലെറ്റർ ഇദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ലെറ്റർ വായിച്ചിട്ട് ആ അമ്മ ഭയങ്കര സങ്കടത്തിൽ മുഖം വയ്ക്കുമ്പോൾ ഈ മകൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അമ്മേ? അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, അതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ മന്ദബുദ്ധിയായ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റൂല, ഞങ്ങൾ തോറ്റ് എന്നാണ്. പിന്നീട് ആ അമ്മ അദ്ദേഹത്തിനെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞ്, അദ്ദേഹം അറിയുന്നില്ല, കുറേ കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം അമ്മയുടെ പെട്ടി പരതുമ്പോഴാണ് അതിൻ്റെ അകത്ത് ആ ലെറ്റർ കണ്ടെത്തുന്നത്. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ബുദ്ധിയില്ലാത്ത മകനെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. പക്ഷെ ആ അമ്മ പറഞ്ഞ വാക്കെന്താണ്, മകൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ്, എൻ്റെ മകൻ്റെ ബുദ്ധിക്കനുസരിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന സാറന്മാരവിടെ ഇല്ല, അതുകൊണ്ട് മോനെ നിന്നെ ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ അമ്മ പിന്നീട് ആ മകനെ തളർത്തിയിട്ടില്ല. പിന്നീട് ആ മകൻ വളർന്നതിന് ശേഷം അദ്ദേഹം ഒരു ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും ഒരുപാട് തവണ, നമ്മളിപ്പോൾ പറയുമ്പോൾ 10 തവണ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് തവണ തോറ്റതിന് ശേഷമാണ് ഒരൊറ്റ തവണയാണ് അത് കത്തിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കളിയാക്കി, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇത് ശരിയാവുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭാര്യ കളിയാക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താണ്, എടീ ഞാനിത് എത്ര തവണ കത്തൂല എന്നുള്ളത് പഠിച്ചു, ഒരു തവണയെ ഈ ബൾബ് കത്തിക്കാൻ എനിക്കറിയാവൂ, പക്ഷെ ഇതെന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് കത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ശാസ്ത്രജ്ഞൻ്റെ അറിവെങ്ങനെയാണ്, അയാൾ തോറ്റുപോയ സ്ഥലങ്ങളിലൊന്നും തന്നെ അദ്ദേഹം തോൽവി സമ്മതിച്ച് അവിടെ അടങ്ങിയിരുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് അദ്ദേഹം ആ ബൾബ് കണ്ടെത്തുക തന്നെ ചെയ്തു. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പരാജയങ്ങൾ എന്ന് പറയുന്നത്
ജീവിതത്തിൻ്റെ എൻഡല്ല. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആ പരാജയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിജയത്തിലേക്കുള്ള വഴി അന്വേഷിക്കുക. വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിനി എത്ര വിജയിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വീണുപോയാലും പതറാതെ അവിടെ നിന്ന് എണീറ്റ് നമ്മൾ വീണ്ടും വിജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇനി റിവിഷനാണ്. ഇനി ആ റിവിഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. SSLC എക്സാം എന്ന് പറയുന്നത് തന്നെ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഭയമുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ മകൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ മക്കളടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? റിവിഷനാണ്. ഈ റിവിഷൻ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നമ്മൾ ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇനി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ തോറ്റുപോയാലും പതറരുത്. ഇപ്പൊ ചിലപ്പോൾ വീട്ടിലുള്ളവരൊക്കെ പറയുമായിരിക്കും, അമ്മയും അച്ഛനും ഒക്കെ പറയുമായിരിക്കും, അയ്യോ ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും, നാട്ടുകാരെന്നെ കളിയാക്കൂലേ. അതിലും വലുതൊന്നുമല്ല. ഈ നമ്മുടെ മക്കളുടെ ജീവനേക്കാൾ വലുതല്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സങ്കടത്തിനേക്കാൾ വലുതൊന്നും അല്ല നാട്ടുകാർ പറയുന്ന ബാഡ് കമന്റുകളോ അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്ന ഒരു ബാഡായിട്ടുള്ള ഒരു അഭിപ്രായമോ. നമ്മളെപ്പോഴും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മക്കളുടെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും മാതാപിതാക്കളായിരുന്നാലും ഇനി അവർക്ക് കൊടുക്കേണ്ടുന്നത് പ്രഷറല്ല, മറിച്ച് മക്കൾ ധൈര്യമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് വാ. ജയിച്ചാലും തോറ്റാലും ആരുണ്ട് കൂടെ? ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എത്ര പഠിച്ച കുട്ടിയായിരുന്നാലും ശരി തന്നെ നമ്മൾ ടെൻഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ പാരൻസ് അവർക്ക് ടെൻഷൻ കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? മറന്നുപോകും. അപ്പോൾ അതുകൊണ്ട് ഇനി അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധൈര്യം മാത്രമാണ്. അപ്പോൾ SSLC എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കളും ഈ ഒരു കാര്യം കേട്ടിട്ട് പോവുക. തോൽവി എന്ന് പറയുന്നത് ഒരു എൻഡല്ല. തോൽവി എപ്പോഴും ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതായത് നമുക്ക് അവിടെ എല്ലാം അവസാനിക്കുകയല്ല, അവിടെ നിന്ന് നമുക്ക് വഴിതിരിഞ്ഞ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഴ്ച മാത്രമാണ് തോൽവി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തോറ്റുപോയാലും അവിടെ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല. നിങ്ങളെന്ന് പറയുന്നത് വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള മക്കളുകളാണ്. അതായത് നിങ്ങൾ ജീവിതം എന്താണെന്ന് തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് എഴുതാനും നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് എക്സാം എഴുതിക്കൊണ്ട് വരിക. ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു എക്സാം നിങ്ങൾ പ്രതിനിധീകരിക്കുക, അല്ലെങ്കിൽ എക്സാം നിങ്ങൾ എഴുതുക. ഇവിടെ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല. ധൈര്യമാണ് വേണ്ടുന്നത്. ഓക്കെ, ബെസ്റ്റ് വിഷസ്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ബെസ്റ്റ് വിഷസ്.